കേരള രാഷ്ട്രീയത്തിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും ഉദ്വേഗഭരിതമായ ചർച്ചകൾക്കുമൊടുവിൽ വി.ഡി. സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായി മാറുകയാണ്. പടം നയിച്ചവൻ ഭരിക്കട്ടെ എന്ന ജനവികാരത്തെ മുറുകെ പിടിച്ച് ടീം യു.ഡി.എഫിൽ നിന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ തകർന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് ഒരു മുന്നണിയെ കൈപിടിച്ച് വീണ്ടും പോരാട്ടത്തിന്റെ വഴിയിലേക്ക് നയിച്ച നേതാവിന് അഭിമാനിക്കാം ഈ ജനപിന്തുണയിൽ. 10 ദിവസത്തിലേറെ നീണ്ട മാരത്തൺ ചർച്ചകൾക്കും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പുനർനിർണയത്തിനും ശേഷമാണ് വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിലേക്ക് അധികാരത്തിന്റെ ചെങ്കോലെത്തിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സഭയ്ക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് ഈ പദവിയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2001 സതീശൻ ആദ്യമായി നിയമസഭയിലേക്ക് വരുന്നത്. കന്നിപ്പോരാട്ടത്തിൽ തന്നെ പറവൂരിന്റെ മനസ്സ് കീഴടക്കിയ അദ്ദേഹം പിന്നീട് ആ മണ്ഡലത്തെ തന്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. തോൽവി അറിയാത്ത പോരാളിയായി സതീശൻ പറവൂരിൽ ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. നിയമസഭയിൽ സതീശൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഭരണപക്ഷത്തിന് എപ്പോഴും ഒരു വെല്ലുവിളിയായിരുന്നു. വസ്തുതകൾ നിർത്തി കൃത്യമായ കണക്കുകളുടെ അകമ്പടിയോടെ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. സതീശൻ പഠിച്ചിട്ടേ സംസാരിക്കുമെന്നത് നിയമസഭയിലെ ഒരു അലിഖിത നിയമമായി മാറി. അഴിമതിക്കെതിരായ പോരാട്ടങ്ങളിലും സതീശൻ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സ്വഭാവം അദ്ദേഹത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിച്ഛായ നൽകിയെന്ന് തന്നെ പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിലുണ്ടായ തലമുറ മാറ്റത്തിന്റെ പ്രധാന ഗുണഭോക്താവായിരുന്നു സതീശൻ. രമേശ് ചെന്നിത്തലയിൽ നിന്ന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു. തകർന്നടിഞ്ഞ ഒരു മുന്നണിയെയും ഗ്രൂപ്പ് പോരിൽ തളർന്ന ഒരു പാർട്ടിയെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് തന്റെ പ്രവർത്തന ശൈലി കൊണ്ട് അദ്ദേഹം മറുപടി നൽകി. കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള നേതാവാണ് സതീശൻ. വർഗീയതയ്ക്കെതിരെയും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ പ്രശംസനീയമാണ്. സതീശന്റെ ഓരോ ചുവടുവെപ്പും ഇനി കേരളത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതായിരിക്കും. 10 ദിവസത്തെ ആ നാടകീയമായ ചർച്ചകൾക്ക് ശേഷം കേരളം ഒരു പുതിയ സൂര്യോദയത്തിലേക്ക് ഉണരുകയാണ്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ കേരളം സുരക്ഷിതമായ കൈകളിലാണെന്ന വിശ്വാസത്തോടെ പുതിയൊരു യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള വി.ഡി. സതീശന്റെ ആദ്യ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം. ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് യു.ഡി.എഫ് പ്രവർത്തകരും ടീം യു.ഡി.എഫ് ആയി നിന്ന ഞങ്ങളുടെ യു.ഡി.എഫ് നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് 102 സീറ്റോടുകൂടിയാണ് അധികാരത്തിലെത്തിയത്. ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റി എഴുതും. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റി എഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ഏകോപിപ്പിച്ച് നടത്തിയത് പ്രിയങ്കരനായ അതിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന KPCC പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ KC വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ
സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രമുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. നല്ല ഒരു ടീം ബിൽഡ് ചെയ്ത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു ടീമിനായിരിക്കും ചെയ്യാം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി